വെൽക്കം ബാക്ക്. വാർത്തകളിലേക്കാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. ജൂലൈ 9 വരെയാണ് പട്യാല ഹൌസ് കോടതി കസ്റ്റഡി നീട്ടിയത്. റാണയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അഭിഭാഷകൻ അറിയിച്ചതോടെ കോടതി തിഹാർ ജയിൽ അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ച ശേഷം പിന്നീട് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളായി എത്തിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വന്ന ശേഷം പിന്നീട് വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇതിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടിയ സാഹചര്യം എന്താണ്? ഒപ്പം തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന്റെ വസ്തുത എന്താണ്? രജനി, ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ച ഘട്ടത്തിലാണ് ഇന്ന് പട്യാല ഹൌസ് കോടതിയിൽ വീണ്ടും തഹാവൂർ റാണയെ ഹാജരാക്കിയത്. ഇതിലാണ് ഇപ്പോൾ ജൂലൈ 9 വരെ പട്യാല ഹൌസ് കോടതി തഹാവൂർ റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയിരിക്കുന്നത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു റാണയെ കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ റാണയുടെ അഭിഭാഷകൻ ഇദ്ദേഹത്തിന് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും അത് സംബന്ധിച്ച് അത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ തിഹാർ ജയിൽ അധികൃതരോട് ഇയാളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അത് ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുകയാണ്. യെസ്, മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടാണ് തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടിയിട്ടുണ്ട്. ജൂലൈ 9, അടുത്ത മാസം 9-ാം തീയതി വരെയാണ് പട്യാല ഹൗസ് കോടതി കസ്റ്റഡി നീട്ടിയിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ചില ആരോഗ്യ പ്രശ്നങ്ങൾ തഹാവൂർ റാണയ്ക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിഹാർ ജയിൽ അധികൃതരോട് വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.